ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നെയ്ച്ചോറാണ്. അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നെയ്ച്ചോറാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആവശ്യത്തിന് എടുത്തിരിക്കുന്ന അരി ഇതേപോലെ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ജീരകശാല റൈസാണ്. അതായത് ഇത് കണ്ടില്ല, ഇതിപ്പോൾ നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന വലിയ റൈസ്, ഈ റൈസ് എടുക്കണ്ട. ഇതിന് വേണ്ടിയിട്ട് ഈ ചെറിയ റൈസ് തന്നെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നോക്കുക, നമുക്ക് ഏതാ റൈസ് എടുത്തിരിക്കുന്നതെന്ന്. ഇത് ജീരകശാലയുടെ വയനാടൻ കൈമ എന്ന് പറയുന്ന റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പിൽ അരി അളന്നെടുക്കാം. ഈ മെഷറിംഗ് കപ്പ് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളുകളായതാണ്. ഇത് ഖത്തറിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിരുന്നില്ല. ഗ്ലാസ്സിലൊക്കെയാണ് ഞാൻ അരി അളക്കാറുള്ളത്. ഇത് പല അളവിലുള്ള മെഷറിംഗ് കപ്പാണ്. 1 കപ്പ്, ഹാഫ് കപ്പ്, 1/3 കപ്പ്, 1/4 കപ്പ്, അങ്ങനെ പല അളവിലുള്ളതാണ്. അപ്പോൾ ഇത് തൂക്കിയിടാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇത് വെറുതെ ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് ഈ കപ്പ് 1 കപ്പ്, ഇതിൽ ഞാൻ 3 കപ്പ് അരിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അരി ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ അരിയാണ് നെയ്ച്ചോറുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കപ്പ് അരി എടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 4-5 പേർക്ക് കഴിക്കാനുള്ള ചോറുണ്ടാകും. അപ്പോൾ നമുക്ക് എത്ര ചോറാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ അരി എടുക്കാം. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് നേരം കുറച്ച് വെള്ളത്തിനകത്തിൽ കുതിർത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാളയും 2-3 പച്ചമുളകും 1 മുറി നാരങ്ങയുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതേപോലെ നമ്മുടെ സവാള ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. സവാള ഇടുന്നത് ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് 3 പച്ചമുളക് ഇതേപോലെ കീറിയിടാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1 മുറി നാരങ്ങ വേണം, കുറച്ച് പുതിനയില വേണം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കറുവപ്പട്ട, ഒരു 10-15 കുരുമുളക്, തക്കോലം, ഏലക്ക ഒരു 5-8 ഉണ്ട്, പിന്നെ നമ്മുടെ ഗ്രാമ്പു. ഇത്രയും സാധനം നമുക്ക് വേണം. നമ്മൾ ഇത് ആദ്യം നമുക്ക് നമ്മുടെ സവാളയൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആദ്യം അതിനു വേണ്ടി നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്ച്ചോറായതുകൊണ്ട് എല്ലാം നെയ്യിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ 3 കപ്പ് അരിക്ക്. അപ്പം നമ്മുടെ സവാള നമുക്ക് നന്നായിട്ടൊന്ന് നെയ്യിൽ മൊരിയിച്ചെടുത്ത്, ഇപ്പോൾ ഇതിൻ്റെ പകുതി നമ്മളെടുത്ത് മാറ്റും നമുക്കൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ലാസ്റ്റിൽ. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരുന്നുണ്ട്. ചെറിയ തീയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പകുതി നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ പകുതി എടുത്ത് മാറ്റി വയ്ക്കുന്നത് നമുക്ക് ചോറ് വേവിക്കുമ്പോൾ അതിൽ ഇട്ട് വേവിക്കാനാണ്. ബാക്കിയുള്ളത് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇതാ മൊരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെമ്പെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചോറ് വയ്ക്കാനുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അടിക്കൊന്നും പിടിക്കില്ല. അപ്പം നന്നായിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യുടെ ഫ്ലേവർ നന്നായിട്ടിരിക്കണം, അതാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ. അപ്പോൾ അത് ഒന്ന് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ച സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, അതായത് കിസ്മിസ്, അതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. ഇതിപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അരി അളന്ന ആ മെഷറിംഗ് കപ്പിന് 6 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ 1 മുറി നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ നമുക്ക് വയ്ക്കാം.
തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ 10-20 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന അരിയുടെ വെള്ളമൊക്കെ മാറ്റി നമ്മൾ തിളച്ച് നമ്മുടെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി, ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പുതിനയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചോറ് വേകുമ്പോഴേക്കും നമുക്കൊരു സലാഡ് റെഡിയാക്കാം. പിന്നെ കുക്കുംബറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കുംബർ അരിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് സവാളയും അരിഞ്ഞിട്ട് നമുക്ക് തൈരും ചേർത്ത് കുറച്ച് പുതിന ഇലയൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ സലാഡ്, കുക്കുംബർ സലാഡ്. അപ്പോൾ നമ്മുടെ അരിയിലെ വെള്ളം വറ്റുന്നതാണ് കണക്ക്. 10 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും നമ്മൾ ഇടയ്ക്ക് നോക്കണം പോയിട്ട്. വെള്ളം വറ്റുന്നതാണ് നമ്മുടെ കണക്ക്. അപ്പം നമുക്കൊന്ന് നോക്കാം വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ടോയെന്ന്. അപ്പം ഇതാ ഏകദേശം വേകാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുറച്ച് വെള്ളം കൂടെ ഒരു ഈർപ്പമുണ്ട്. അത് നമുക്കൊന്ന് അടച്ച് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇനി ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വയ്ക്കാൻ. 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. ഇത് ഇനിയും തുറന്ന് നോക്കട്ടെ. ഹായ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. എത്ര സോഫ്റ്റായ ചോറാണെന്നറിയാവോ? എത്ര സോഫ്റ്റാണ്, എത്ര പെട്ടെന്നാണ് നമ്മളിതൊരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയത്. നമുക്ക് എത്ര പെട്ടെന്ന് ഇതുണ്ടാക്കാമെന്നറിയാം. എത്ര സോഫ്റ്റായിട്ടുള്ള ചോറാണ്. ആർക്കും പെട്ടെന്ന് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ചോറാണ്. ഇനി നമ്മൾ അവിടെ വറുത്ത് വെച്ചിരുന്ന സവാളയും കുറച്ച് പുതിന ഇലയും കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കോമ്പിനേഷനാണ് ചിക്കൻ കറിയും പപ്പടം കാച്ചിയതും നമ്മുടെ കുക്കുംബർ സലാഡും. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.